ഹായ് ഫ്രണ്ട്സ്, തർപ്പലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിരിക്കും നമുക്ക് മാണ്ടിവില്ലയുടെ കോംബോ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ പ്ലാന്റിൻ്റെ കോംബോയും ഉണ്ട്, അതേപോലെ ഈ കാണിക്കുന്ന പോട്ടിലുള്ള സൈസിലെ പ്ലാന്റിൻ്റെ കോംബോയും ഉണ്ട്. അപ്പോൾ നമുക്ക് പോട്ടിലുള്ള ഇങ്ങനെയുള്ള 3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് മാണ്ടിവില്ലയുടെ യെല്ലോ നമുക്ക് അങ്ങനെ അധികം കാണാൻ കിട്ടാറുള്ളൊരു പ്ലാന്റ് അല്ല, ലൈറ്റ് യെല്ലോ അല്ല, അത്യാവശ്യം ഡാർക്ക് ആയിട്ടുള്ളൊരു യെല്ലോയാണ്. പിന്നെ റെഡും പിങ്കും, ഇങ്ങനെ 3 വെറൈറ്റിയാണ് നമുക്ക് പോട്ടിൽ വന്നേക്കണേ. പോട്ടിലുള്ള 3 ചെടികളുടെ കോംബോ ഓഫർ എന്ന് പറയുന്നത് 850 റുപ്പീസാണ്. അതിൽ നമുക്ക് വൈറ്റ് വരത്തില്ല കേട്ടോ. പോട്ടിൽ യെല്ലോ, പിങ്കും റെഡ്, ഈ 3 ഷെയ്ഡ്സ് ആയിരിക്കും നമുക്ക് പോട്ടിൽ വരുന്നത്. പോട്ടിലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് സിംഗിളായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ 300 രൂപ ഈച്ച് പ്ലാന്റിന് വരും കേട്ടോ. അടുത്ത നമ്മുടെ കവറിലുള്ള കോംബോ ഓഫറാണ്. കവറിൽ നമുക്ക് വൈറ്റ്, പിങ്ക്, റെഡ്, ഈ 3 സൈസിലുള്ള 3 കളേഴ്സിലുള്ള പ്ലാന്റ് ആയിരിക്കും വരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ആ കവറിലുള്ള സൈസില്ല, ആ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാന്റിനും കൂടെ 250 രൂപ പ്ലസ് പോസ്റ്റേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് കവറിലുള്ള പ്ലാന്റ്സ് കുറച്ച് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. പോട്ടിൽ പിന്നെ നമുക്ക് അത്യാവശ്യം പ്ലാന്റ്സ് ഉണ്ട്, പക്ഷേ കവറിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ. അപ്പോൾ കവറിലുള്ള പ്ലാന്റ്സാണ് കോംബോയാണ് വേണ്ടതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. 3 കളറാണ് വരുന്നത്, വൈറ്റ്, പിങ്ക് ആൻഡ് റെഡ് കവറിൽ. പോട്ടിലെ കോംബോയാണ് വേണ്ടതെങ്കിൽ പിങ്ക്, യെല്ലോ, റെഡ്, ഇങ്ങനെ 3 കളറാണ് വരുന്നത്. നിങ്ങൾക്ക് സിംഗിളായിട്ട് പോട്ടിലെ പ്ലാന്റ് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 300 റുപ്പീസാണ് നമുക്ക് എക്സ്ട്രാ വരുന്നത് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട, താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് സ്റ്റോക്ക് തീരുന്നവരെയായിരിക്കും നമ്മൾ മാണ്ടിവില്ലയുടെ കവറിലുള്ള കോംബോ നമ്മൾ എടുക്കുന്നത്. മാണ്ടിവില്ല നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്, പക്ഷേ മഴക്കാലത്ത് കുറച്ച് ശ്രദ്ധിക്കണം. വല്ലാണ്ട് മഴ നനഞ്ഞ പ്ലാന്റ് നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് മണ്ണ് കളയാണ്ട് കവറോടുകൂടി തന്നെയായിരിക്കും പ്ലാന്റ്സ് അയച്ചു തരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്, എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. കുഞ്ഞ് കവറിലാണെങ്കിലും നമുക്കിപ്പോൾ ഫ്ലവറിങ് ആയിട്ടുണ്ട്. പിന്നെ പോട്ടിലുള്ള ഒരുവിധം എല്ലാ പ്ലാന്റ്സും ഫ്ലവറോടുകൂടി അല്ലെങ്കിൽ ബഡോടുകൂടിയാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട. അതേപോലെ നമ്മളിങ്ങനെ പോട്ടിലുള്ള പ്ലാന്റ് നമ്മൾ ബെയറൂട്ട് ചെയ്തിട്ട് മണ്ണ് കുറച്ച് വെച്ചിട്ട് ബെയറൂട്ട് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയ ഉടനെ, അത് കവറിലെ പ്ലാന്റ് ആണെങ്കിലും ശരി, നമ്മൾ പോട്ടിൽ നിന്ന് ബെയറൂട്ട് ചെയ്തതാണെങ്കിലും ശരി, രണ്ടും കിട്ടിയ ഉടനെ പെട്ടെന്ന് തന്നെ റീപോർട്ട് ചെയ്ത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റിൽ വെക്കാൻ ശ്രദ്ധിക്കുക. പ്ലാന്റ് നല്ല ഉഷാറായതിന് ശേഷം മാത്രം ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയണം, നമുക്ക് ഹോം ഡെലിവറീസ് അവൈലബിൾ അല്ല. DTDC ആൻഡ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് ഡിസ്പാച്ച് ചെയ്യുന്നത്. നിങ്ങളുടെ തൊട്ടടുത്ത് അതിൻ്റെ സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ വീട്ടിൽ കൊണ്ടുവന്ന് തരത്തുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലാൻസ് അയച്ചു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതാണ്. ട്രാക്ക് ചെയ്ത് പെട്ടെന്ന് പ്ലാൻസ് കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്. ബൈ.